ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു ബീഡ്സ് വർക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞ പോലെ ഒരു ബീഡ്സ് വർക്കാണ്, അതുപോലെ ഒരു നെക്ക് എംബ്രോയ്ഡറിയാണ്. നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നല്ല വൈഡായിട്ട് വരുന്നൊരു നെക്കിൽ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഒരു നെക്കാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ട് നെക്കിലൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ റൗണ്ട് നെക്കിൽ ചെയ്താലും ഭംഗിയായിരിക്കും. അപ്പം നെക്കിൻ്റെ താഴ്വശത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ബീഡ്സ് വർക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഗ്ലാസ് പെൻസിൽ കൊണ്ടാണ്. അപ്പം നിങ്ങൾ നല്ല ഫെയർ ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പെൻസിൽ കൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു പാട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായിട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക്, അതായത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇതേ രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാം ഒരേ സൈസിൽ വരണ്ട, പല സൈസിലായിട്ട് ഇതുപോലെ വളഞ്ഞൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ ആ ഒരു തമ്പനയിൽ പിക്ചർ പാറ്റേൺ കണ്ടല്ലോ. ഇനി അത് കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഈ ഒരു പിക്ചർ നല്ല വൈഡായിട്ട് തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സും അതുപോലെ ഷുഗർ ബീഡ്സും ആണ് എടുത്തേക്കണേ. രണ്ടും ഒരേ കളേഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ 2 ബീഡ്സുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കട്ട് ബീഡ്സാണ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കൊടുത്തിരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് നെക്കിന് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്ന ആ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ബീഡ്സ് വെച്ചൊക്കെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ തീരെ സ്പേസ് ഇല്ലാണ്ട് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ വന്നാലും കുഴപ്പമില്ല. എന്നാലും നല്ല ഭംഗിയായിട്ട് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് ഫില്ല് ചെയ്തിരിക്കണം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡ് വരെ അങ്ങ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ നീഡിലുകൊണ്ടാണ് ചെയ്യേണ്ടത്, ഓരോ ബീഡ്സ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമയം എന്തായാലും എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പക്ഷേ പറ്റും. അതായത് നമുക്ക് ആരി വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നോർമൽ നീഡിലുകൊണ്ട് ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ഇതൊന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്തെടുക്കാം. അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്. ഇനി നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ഒന്നിച്ച് 4 ബീഡ്സ് വെച്ച് കോർത്തിട്ട് ചെയ്യാം. 4 കൂടുതൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ചെറിയ വളവ് പോലെയാണല്ലോ ഒരു വര കൊടുത്തേക്കണം. അപ്പോൾ അത് നമുക്ക് അതേ രീതിയിൽ തന്നെ കിട്ടാനായിട്ട് ഒരു 4 ബീഡ്സ് കൂടുതൽ എടുക്കരുത്. അതിനുശേഷം ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് സ്റ്റിച്ച് ആകുമ്പോൾ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് നിന്നോളും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ലൈൻസും ഫില്ല് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഔട്ട്ലുക്ക് കിട്ടുകയും ചെയ്യും. സിമ്പിൾ പാറ്റേണുമാണ്, സിമ്പിൾ ഡിസൈനുമാണ്. ഇനിയിപ്പോൾ വരയ്ക്കാനൊന്നും അറിയത്തില്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസ് കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കതറിയാം. അപ്പം നമ്മൾ വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ചാനലിന് അത് എന്തെങ്കിലും കുഴപ്പമൊന്നുമല്ല, ചാനലിന് അതൊരു മോശമാവുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയപ്പോൾ ഈ വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. അതുപോലെ സജഷൻസ് കമൻറ്റ്സ് ഒക്കെ നമുക്ക് അയച്ചു തരാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്